സ്കൂൾ വിദ്യാർത്ഥികളുടെ 3 ദിവസത്തെ ആർത്തവ അവധിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. സാധാരണക്കാർ മുതൽ രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരെ വിഷയത്തിൽ വന്നു കഴിഞ്ഞു. പൊതുനിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നുവെന്നാണ് വിഷയത്തിലെ സർക്കാർ നിലപാട്. വേണ്ട ചർച്ചകൾ ഇനിയും ആകാമെന്ന സൂചനയും സർക്കാർ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നു. വെള്ളിയാഴ്ച നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ആർത്തവ അവധി ചർച്ചയാകുന്നത്. കഠിനമായ വയറുവേദനയുള്ള കുട്ടികൾക്ക് ഒരു ദിവസമൊക്കെ അവധി നൽകാം. ഇപ്പോൾ സേനകളിലുള്ള ജോലി, അതുപോലെ മറ്റ് ഉത്തരവാദിത്തമുള്ള ജോലികളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഇതൊരു ശീലമായി കഴിഞ്ഞാൽ അവർക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാവും. ഒട്ടും വയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കതൊരു ഉപകാരമായിട്ടായിരിക്കും. ഒരു ദിവസം ആയിക്കോട്ടെ, പക്ഷെ 3 ദിവസത്തിൻ്റെ ആവശ്യം ഒരിക്കലും ഇല്ല. അപ്പോൾ അതെന്തായാലും അത്യാവശ്യം എന്നുള്ള കാര്യമാണ്. പല കുട്ടികളും ഇത് ദുരുപയോഗം ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. ലീവ് വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ 3 ദിവസം പെയിനുള്ള ആൾക്കാരുണ്ടാവാറുണ്ട്. ചിലവരത് മുതലാക്കും ഞങ്ങൾക്കറിയില്ല. പക്ഷെ നമുക്ക് പറ്റാത്തപ്പോൾ നമ്മൾ ലീവ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് മിസ്സാം. 2 ദിവസം എന്തായാലും നൽകണം എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റുള്ളവരിൽ നിന്ന് മാറി നിന്ന് 3 ദിവസം പഠിക്കാനിരിക്കണം. പിന്നെ പോർഷൻസ് കൂടുമ്പോൾ അവർക്ക് തന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരണത്. അതുകൊണ്ട് ഇതിനോട് ഞാൻ യാതൊരു വിധത്തിൽ യോജിക്കുന്നില്ല. 3 ദിവസം ലീവ് പിള്ളേർക്ക് കൊടുക്കണമെന്ന് കുഴപ്പമില്ല. ജോലി സ്ഥലത്താവുമ്പോൾ നമ്മൾ ഇത്തിരി കൂടി മെച്ചൂർഡായി. മാസാമാസം ക്ലാസ്സിൽ പോകാതിരുന്നാൽ കുട്ടിയുടെ ആർത്തവം എപ്പോഴെന്ന് നാട്ടുകാർ അറിയുമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലെഴുതിയ BJP നേതാവ് R. ശ്രീലേഖയ്ക്ക് പിന്നീട് സർക്കാരിന്റെ നയത്തെയാണ് നാണക്കേടെന്ന് പറഞ്ഞതെന്ന് തിരുത്തേണ്ടിയും വന്നു. എന്തായാലും പൊതുയിടത്തിൽ ചർച്ച സജീവമായതോടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പ്രതികരിച്ചത് സ്ത്രീ സമൂഹത്തിൽ ആർത്തവാവധിക്കെതിരെ പരാതിയുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്നാണ്. പ്രത്യക്ഷത്തിൽ അത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സഹായകരമായൊരു നിലപാടാണ്. ഇനി സ്ത്രീ സമൂഹത്തിന് മറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ അപ്പം ആർത്തവാവധിയിൽ സർക്കാരിന്റെ നയമാണ് പ്രഖ്യാപിച്ചതെന്നും വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തി മാത്രമേ അഭിപ്രായം രൂപീകരിക്കൂ എന്നും വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. വിശദമായ ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടത്തി അഭിപ്രായ രൂപീകരണത്തിന് ശേഷം തീരുമാനം. എന്തായാലും നയം അതാണ്, വെൽഫെയർ ഓഫ് ഗേൾസ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ വിവിധ തലങ്ങളിൽ കൃത്യമായ ചർച്ചകൾ നടത്തി മാത്രമാകും അന്തിമ തീരുമാനമെന്ന് പ്രതീക്ഷിക്കാം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.